ഇന്ന് നമ്മൾ 5 കിങ്ഡംസ് ഓഫ് ലൈഫ് എന്ന ടോപ്പിക്കാണ് ഡീൽ ചെയ്യുന്നത്. 5 കിങ്ഡംസ്, അതായത് ഈ കിങ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ജീവി വർഗങ്ങളെ പല ഗ്രൂപ്പുകളായി തിരിച്ചതിൽ ഏറ്റവും മുകളിലത്തെ ഒരു ഗ്രൂപ്പാണ് ഈ കിങ്ഡം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഭൂമിയിൽ ഏകദേശം 87,50,000 സ്പീഷീസ്, അതൊരു ഏകദേശ നമ്പർ മാത്രമാണ്. അതിൽ തന്നെ നോക്കിയാൽ ആനിമൽസിൻ്റെ വേറെ ഗ്രൂപ്പ് നമ്പർ കാണാം, ഫംഗസുകളുടെ നമ്പർ വ്യത്യാസം കാണാം, പ്ലാന്റ്സിൻ്റെ നമ്പർ എല്ലാറ്റിലും മാറ്റമുണ്ട്, ടോട്ടൽ നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെയുള്ളൊരു ടോട്ടൽ നമ്പർ, അതിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ജീവികളെല്ലാം തന്നെ നമുക്ക് ഒറ്റയടിക്ക് പഠിച്ച് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മളുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവരെല്ലാം വേറെ വേറെ ഗ്രൂപ്പുകളാക്കി തിരിച്ചു. അപ്പോൾ അതാണ് ഈ കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകളാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കിയാൽ ഭൂമിയിലുള്ള ടോട്ടൽ ജീവികൾ നോക്കിയാൽ 51% ഇൻസെക്റ്റ് അഥവാ ചെറിയ പ്രാണി വർഗ്ഗങ്ങളാണ്. പിന്നെ ഒരു 20% പ്ലാന്റ്സ് വരുന്നത്. മറ്റ് ആനിമൽസ് 20% വരും. ഒരു 0.1% മാത്രമൊക്കെ വൈറസുകളുള്ളൂ. ഫംഗസുകൾ 5%. ആൽഗെ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അത് 2%. പ്രോട്ടോസോവ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അത് 2%. ഇങ്ങനെ ഏറ്റവും കൂടുതലുള്ളത് സത്യം പറഞ്ഞാൽ ഇൻസെക്റ്റുകളുടെ ഗ്രൂപ്പാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നൊരു ശാസ്ത്രകാരന്മാർ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതിൽ ആദ്യത്തെ കിങ്ഡമാണ് മൊണീറ, രണ്ടാമത്തെ കിങ്ഡം പ്രോട്ടിസ്റ്റ, മൂന്നാമത്തെ കിങ്ഡം ഫംഗൈ, നാലാമത്തെ കിങ്ഡമാണ് പ്ലാന്റേ, അഞ്ചാമത്തെ കിങ്ഡം ആനിമാലിയ. ഇങ്ങനെ 5 കിങ്ഡങ്ങളാണ് ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ലൈഫിനെ തന്നെ നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വരുമ്പോൾ ലൈഫിനെ ഡൊമൈൻസായിട്ടും കിങ്ഡങ്ങളായിട്ടും, അതിന് ഓരോ കിങ്ഡത്തിനെയും പിന്നെ ഫൈലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഓരോ ഫൈലത്തിനെയും ക്ലാസ്സുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ ക്ലാസ്സിനെയും ഓർഡറുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ ഓർഡറിനെയും ഫാമിലികളായി തിരിച്ചിട്ടുണ്ട്. ഓരോ ഫാമിലിയിലും ഒരുപാട് ജീനസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ജീനസാണ്. ഹോമോ എന്ന് പറയുന്നത് ഒരു ജീനസാണ്. ഇനി ഓരോ ജീനസിനകത്തും കുറേ അതിൻ്റെ സ്പീഷീസ് കാണും. ഇപ്പോൾ ഹോമോ എന്ന് പറയുന്നത്, സാപ്പിയൻസ് എന്ന് പറയുന്നത് അതിലൊരു സ്പീഷീസാണ്. ഹോമോ നിയാൻഡർതാളൻസിസ് ഉണ്ടായിരുന്നു. അങ്ങനെ പല മനുഷ്യൻ്റെ തന്നെ വംശനാശം വന്ന കുറേ സ്പീഷീസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയാണ്, ഈ ഒരു ഓർഡറിലാണ് നമ്മൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആർച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ആളാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് കാണുന്നത്. മൊണീറ, പ്രോട്ടിസ്റ്റ, പിന്നെ ഫംഗെ, പ്ലാന്റ് ആൻഡ് ആനിമാലിയ എന്ന് പറയുന്ന 5 കിങ്ഡങ്ങളായിട്ടാണ് ഇദ്ദേഹം തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുതിയ ക്ലാസിഫിക്കേഷൻ 6 കിങ്ഡം ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പഴയ കാലത്തുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഇത് ഒരു ബേസിക് ബയോളജി ലേണറെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട ഒരു സിസ്റ്റം കൂടിയാണിത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്ന കിങ്ഡം എന്ന് പറയുന്നത് ബാക്ടീരിയൽ കിങ്ഡമാണ്. ഈ ബാക്ടീരിയൽ കിങ്ഡത്തിൻ്റെ പ്രത്യേകത, ഇവരെല്ലാം തന്നെ ഒറ്റ കോശം മാത്രമുള്ള ജീവികളാണ്, ഏകകോശ ജീവികളാണ്. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത, ഇവർക്ക് സെൽ വാൾ ഉണ്ട്. അതായത് ഇതിൻ്റെ ചുറ്റും, ഇവരുടെ കോശത്തിന് ചുറ്റുമുള്ള സെൽ വാൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഓരോ ഗ്രൂപ്പിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ആയിട്ട് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ ചിത്രം നോക്കിയാൽ ഇത് ഒറ്റ കോശമാണ്. അതിനൊരു വാല് പോലെയൊക്കെ കാണാൻ, അതിൻ്റെ പേര് ഫ്ലാജെല്ല എന്നാണ്. അത് അതിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ സഞ്ചാരത്തിനെ സഹായിക്കുന്നതാണ്. പിന്നെ അതിൽ വേറെ ഓർഗനല്ലേ ഒന്നുമില്ല. DNA ഉണ്ടാവും, അത് സർക്കുലാർ DNA ആയിരിക്കും. പിന്നെ അതിന് ന്യൂക്ലിയോയിഡ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ കുറേ പൈലി എന്നൊക്കെ പറയുന്ന പിന്നെ പ്ലാസ്മിഡ്സും പിന്നെ ഇതിൻ്റെ ചുറ്റുമുള്ള
എന്താ കുറച്ച് റൈബോസോമിനൊക്കെ കാണാം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ മിനിമൽ ആയിട്ടുള്ള സെല്ലോ സ്ട്രക്ചറുള്ള ഒരു ജീവിയാണ് ഈ ബാക്ടീരിയ. നേരിയ അത്ര നിസ്സാരക്കാരനല്ല, വളരെ അപകടകാരിയാണ്, എന്നാൽ ഉപകാരം ചെയ്യുന്നതും ഒക്കെയാണ്. അതൊക്കെ നമ്മൾ അടുത്തുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. അപ്പോൾ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന അടുത്ത കിങ്ഡത്തിൽ നമ്മളുടെ എന്താ പറയുക യൂഗ്ലീന നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, പാരമീസിയം എന്നൊക്കെ പറയുന്ന എന്താ പറയുക ഡയനോ ഫ്ലജല്ലേറ്റ്സ്, ഇങ്ങനെ കുറേ ഗ്രൂപ്പുകൾ, അമീബ, ഇവരൊക്കെ ഈ പ്രോട്ടിസ്റ്റ ഇവരും ഒറ്റ കോശങ്ങൾ മാത്രമുള്ള ജീവികളാണ്, ഒറ്റ കോശങ്ങൾ മാത്രമുള്ള ആനിമൽസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിന് ആർക്കും തന്നെ സെൽ വാളില്ല. അതുകൊണ്ട് തന്നെ ബാക്ടീരിയയിൽ നിന്ന് ഇതിന് വ്യക്തമായ പ്രകടമായ വ്യത്യാസം ഉണ്ട്. ഇത് യൂക്കാരിയോട്ട്സ് ആണ്, പ്രോകാരിയോട്ട് അല്ല. ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രോകാരിയോട്ട് ആയിരുന്നു. ഇനി അടുത്ത മൂന്നാമത്തെ കിങ്ഡം എന്ന് പറയുന്നത് കിങ്ഡം ഫംഗൈ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അത് കൂണുകളുടെ ഒരു കിങ്ഡമാണ്. ഒരുപക്ഷെ ഏറ്റവും ലാർജസ്റ്റ് മെമ്പേഴ്സ് ഉള്ളൊരു ഗ്രൂപ്പാണ് ഈ ഫംഗസുകൾ എന്ന് പറഞ്ഞാൽ. ഈ ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് തരം ഫംഗസുകൾ ഭൂമിയിൽ ഉണ്ട്. ഇത് ഭൂമിയിൽ സ്കാവഞ്ചേഴ്സ് ഓഫ് എർത്ത്, അതായത് ഭൂമിയിലെ മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്യുന്ന ആളുകൾ എന്നുള്ള രീതിയിലാണ് ഇവരെ അറിയപ്പെടുന്നത്. ചപ്പുചവറുകളൊക്കെ മണ്ണിലേക്ക് അലിയിക്കുന്നത് ഇവരാണ്. ഇനി ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ ഇതിൻ്റെ സെല്ലുലാർ സ്ട്രക്ചറിൽ ഹൈഫേ എന്ന് പറയുന്ന ഒരു ഫിലമെൻ്റ് സ്ട്രക്ചറാണ് ഇവർക്ക് ഉള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. പിന്നെ അടുത്ത കിങ്ഡം എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ കിങ്ഡമാണ്, കിങ്ഡം പ്ലാന്റ്, അതായത് ചെടികൾ, സസ്യങ്ങളാണ്. അതിൽ തന്നെ പലതരം ചെടികളുണ്ട്. ചെറിയ ആൽഗെ മുതൽ പിന്നെ ബ്രയോഫൈറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, മോസസ് എന്ന് പറയുന്നത്, പിന്നെ ഫേൺസ് അല്ലെങ്കിൽ പായൽ, പന്നൽ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകളുണ്ട്. പിന്നെ ജിംനോസ്പേംസ് ഉണ്ട്, ആൻജിയോസ്പേംസ് ഉണ്ട്. ഈ ജിംനോസ്പേം എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഇല്ലാത്തൊരു ഗ്രൂപ്പാണ്. അതേസമയം ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഇങ്ങനെ മൊത്തത്തിൽ കുറേ പ്ലാന്റ്സിനെ തന്നെ നമുക്ക് പലതായിട്ട് തിരിക്കാൻ പറ്റും. പ്ലാന്റ്സിനെ നമ്മൾ ക്രിപ്റ്റോഗാംസ് എന്നും ഫെനറോഗാംസ് എന്നുമാണ് രണ്ടായിട്ട് ബ്രോഡായിട്ട് തിരിക്കാം. ക്രിപ്റ്റോഗാംസ് എന്ന് പറഞ്ഞാൽ ഹിഡൻ സെക്സ് ഓർഗൻസ് ഉള്ള പ്ലാന്റ്സ് ആണ്. അതേസമയം ഫെനറോഗാംസ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പോസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് പോലെയുള്ള അല്ലെങ്കിൽ വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സെക്സ് ഓർഗൻസ് ആയിരിക്കും ഈ ഫെനറോഗാംസിൽ ഉണ്ടാവുക. അതിൽ തന്നെ ക്രിപ്റ്റോഗാംസ് എന്ന് പറഞ്ഞാൽ ആൽഗെ, മോസസ്, ഫേൺസ്, ഇതെല്ലാം ക്രിപ്റ്റോഗാംസിൽ വരും. അതേസമയം ഫെനറോഗാംസിൽ വരിക ജിംനോസ്പേംസും ആൻജിയോസ്പേംസും ആയിരിക്കും. ഇനി നമ്മൾ ലാസ്റ്റിലത്തെ കിങ്ഡമാണ് ആനിമാലിയ അഥവാ ആനിമൽസ്, ജന്തുവർഗ്ഗങ്ങൾ. അതൊരു വലിയ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ. നമുക്കറിയാമല്ലോ, ഭൂമിയിൽ തന്നെ പലതരം ജീവികളുണ്ട്. അതിൽ ആനിമൽസ് മൂവിങ് ആയിരിക്കും. പ്രധാനപ്പെട്ട പ്രത്യേകത അവർക്ക് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കാലുകളുണ്ട്. പിന്നെ മെയിൽ ഫീമെയിൽ എന്നൊക്കെയുള്ള ഡിഫറൻസിയേഷനൊക്കെയുള്ള ഗ്രൂപ്പുകളാണ്. മാമ്മറി ഗ്ലാൻസ് ഉള്ള ആനിമൽസ് ഉണ്ട്. അപ്പോൾ നോക്കിയാൽ ആനിമൽസ് നമുക്ക് ബ്രോഡായിട്ട് നോൺ വെർട്ടിബ്രേറ്റ്സ് എന്നും വെർട്ടിബ്രേറ്റ്സ് എന്നും തിരിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മണ്ണിര പോലെയുള്ള, അല്ല സെൻറ്റിപീഡ് പോലെയുള്ള, ചിലന്തി പോലെയുള്ള, ഈച്ചകൾ പോലെയുള്ള, അല്ലെങ്കിൽ പ്രോൺസിനെ പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒച്ചിനെയൊക്കെ പോലെയുള്ള, അങ്ങനെയൊക്കെ അവരൊക്കെ നോൺ വെർട്ടിബ്രേറ്റാണ്, നട്ടെല്ലില്ലാത്ത ആനിമൽസാണ്. അതേസമയം വെർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടെല്ലുള്ള ആനിമൽസാണ്. അതിൽ ഫിഷ്, പിന്നെ ആംഫീബിയൻസ്, തവളയുടെ ഗ്രൂപ്പുകളാണ് ആംഫീബിയൻസ് എന്ന് പറയുന്നത്. റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ പാമ്പിനെ പോലെയൊക്കെയുള്ള, പല്ലികളെ പോലെയൊക്കെയുള്ളതിനെയൊക്കെ ഉരകങ്ങൾ, ഉരസ്സുകൊണ്ട് ഗമിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിൽ റെപ്റ്റൈൽസ്. പിന്നെ ബേർഡ്സ് എന്ന് പറഞ്ഞാൽ പറക്കുന്നവരാണ്. അവർക്കും ചിറകുള്ള മാമൽസാണ്, ചിറകുള്ള വെർട്ടിബ്രേറ്റ്സ് ആണ്. പിന്നെ മാമൽസ് എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ഗ്രൂപ്പ്. അത് മാമറി ഗ്ലാൻഡ്, അതായത് ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ മാമലിൽ പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഒരു എന്താ പറയുക, ഒരു മൊത്തത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാൻ പറ്റും.